സാധ്യമായിട്ട് തീരണം. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ഏവൻഗേലിയോൻ ഭാഗമായി നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. മത്തായിയുടെ സുവിശേഷം 23 മുതൽ 25-ാം അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ അതിനെ ജഡ്ജ്മെന്റ് ഡിസ്കോഴ്സ് എന്ന് ചില വേദപുസ്തക പഠിതാക്കൾ അതിന് പേര് നൽകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. യേശു കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ് പരീശന്മാരുടെ അടുക്കൽ, ശാസ്ത്രിമാരുടെ അടുക്കൽ. നിങ്ങൾ എന്നെ ആരെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു നല്ല ആൻസർ അവർ പറയുകയാണ്, ദാവീദിന്റെ പുത്രനാണ്. എന്നാൽ യേശു കർത്താവ് ചോദിക്കുന്നു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠത്താക്കുവോളം എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് ദാവീദ് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ദാവീദ് അവൻ്റെ പുത്രനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ്? ഇതാണ് ഒരു ചോദ്യം. ദാവീദ് കർത്താവ് എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ ഉത്തരം പറയാൻ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ ഈ കർത്താവിനെ അവിടെ നിന്ന് ഉത്തരം പറയാൻ തുനിയാതിരിക്കുമ്പോൾ യേശു കർത്താവ് തൻ്റെ അടുത്തുകൂടിയ ജനത്തോട് ചില വാക്കുകൾ പറയുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അവരെ നിശിതമായി വിമർശിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിനെ ടെമ്പിൾ ക്രിറ്റിസിസം എന്നൊക്കെ നമ്മൾ പറയും. ഞാൻ ആ ഭാഗം ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളതും ആണ്. പരീശന്മാർ ഒരു വലിയ നീണ്ട ഒരു കാലഘട്ടത്തിൽ ഒരു പ്രോഫറ്റിക് സൈലൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മലാക്കിക്ക് ശേഷം അല്ലേ, ഒരു പുതിയ നിയമ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രവാചക നിശബ്ദത ഉണ്ടായിരുന്നു. ആ നിശബ്ദതയ്ക്ക് പകരമാകുവാൻ ദൈവത്തിൻ്റെ കൽപ്പനകളുടെ ആചാരവും അടിസ്ഥാനവും അനുഷ്ഠാനവും കൃത്യമാക്കുവാൻ രൂപപ്പെട്ടു വന്ന ഒരു സമൂഹമായി നമുക്ക് ഈ പരീശന്മാരെ കാണാൻ സാധിക്കും. ഫരീസീസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സമൂഹമാണ്. ഡിവോഷൻസ്, ആരാധന അനുഗ്രഹമാക്കുന്ന, ദൈവവചന ധ്യാനം അനുഗ്രഹമാക്കുന്ന അനുഭവമാണ് അവരുടെ അനുഭവം എന്നുണ്ടെങ്കിൽ, യേശു കർത്താവിൻ്റെ കാലഘട്ടം ആയപ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഏതുദ്ദേശത്തോടുകൂടെ അവർ രൂപപ്പെട്ടുവോ ആ ഉദ്ദേശത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഒരു ഡീവിയേറ്റഡ് സമൂഹമായി അവർ തന്നെ ഒരു കറപ്റ്റഡ് സൊസൈറ്റിയായി മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അങ്ങനെ ഒരു സമൂഹത്തിലാണ് ശാസ്ത്രിമാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം വചനത്തിൻ്റെ പകർത്തിയെഴുത്തുകാരാണ്. വചനം നിലനിൽക്കുവാനായി ദൈവം ഒരുക്കിയിരിക്കുന്ന സമൂഹമാണ്. എന്നാൽ അതിൽ നിന്ന് മാറിപ്പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യേശു കർത്താവ് അവരുടെ കപടതയെ വിമർശിക്കുന്നത് നാം കാണാനായിട്ട് സാധിക്കുന്നു. 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു കൊള്ളുവീൻ, അവിടെ പ്രവർത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ല. പ്രവർത്തിക്കണ്ട എന്ന് പറയുന്നില്ല. അവർ പറയുന്നതൊന്നും പ്രവർത്തിച്ചു കൂടരുത് എന്ന് പറയുന്നില്ല. വാട്ട് എവർ ദേ ടീച്ച് യു ക്യാൻ ഫോളോ, ബട്ട് ഡോണ്ട് ഇമിറ്റേറ്റ് their character, their way of doing. അവർ ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യരുത്? പകർത്തരുത്. മറിച്ച് അവർ പറയുന്നത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നു. അവർ നിയമങ്ങളെ വളരെ കാർക്കശ്യമാക്കി ഘനമുള്ള ചുമടുകളാക്കി കെട്ടി മനുഷ്യന്റെ തോളിൽ വെക്കുകയാണ്. അതുകൊണ്ട് അത് നിയമങ്ങൾ അനുശാസിക്കുന്നതിൽ ജനങ്ങൾ വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം കാശൊക്കെ ഉണ്ട് അവർക്ക്, സാമ്പത്തികമായിട്ടൊക്കെ അവർ ഉയർന്നവരാണ്. അവർ ദേവാലയത്തിനൊക്കെ പതാരം കൊടുക്കുന്നവരാണ്, ടൈത്തൊക്കെ മാറ്റിവെച്ച് കൊടുക്കുന്നവരാണ്. നമ്മൾ ആ ഭാഗത്തേക്കൊക്കെ വരാം. അവർ കൊടുക്കുന്നു എന്ന് പറയുന്നത് അവരുടെ സമൃദ്ധിയിൽ നിന്ന് കൊടുക്കുന്നെങ്കിൽ ഒന്നുമില്ലാത്ത വിധവമാരെ പോലും, ഒന്നുമില്ലാത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരെ പോലും ഭണ്ഡാരത്തിൽ പണമിടണമെന്ന് നിർബന്ധിച്ച് നിയമങ്ങളെ കാർക്കശ്യമാക്കി നിയമങ്ങൾ പാലിക്കുന്നതിൽ നിന്ന് അവരിതാ ആളുകളെ വളരെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാലഘട്ടമായി നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ ആ ഭാഗത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതിയിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ജഡ്ജ്മെന്റ് ഓൺ ജെറുസലേം ആണ്. ഈ ജെറുസലേമിലുള്ള ന്യായവിധിയെക്കുറിച്ച് കർത്താവ് പറഞ്ഞുകൊണ്ട് 23-ാം അധ്യായത്തെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഹാ കഷ്ടം, ഹാ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുമ്പോൾ, 5-ാം അധ്യായം ആരംഭിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ബിയാറ്റിറ്റ്യൂഡാണ്, ഭാഗ്യവർണ്ണനയാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ.
എന്നാൽ അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് അല്പം ഹാർഷായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹാർഷ് വേർഡ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ പറയുന്നു ഹാ കഷ്ടം, ഹാ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവ് ചില കാര്യങ്ങൾ അവരോട് പറയുക. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഇനി പെട്ടെന്ന് നമ്മുടെ ഭാഗത്തേക്ക് വരികയാണ്. 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. They are following a ritual. They are following a practice that the law is demanding from them. That practice is that we know that they have to give tithe. Tithe കൊടുക്കണമെന്ന് പറയുമ്പോൾ അവർ കൃത്യമായത് പാലിക്കുകയെന്ന് മാത്രമല്ല, even for the groceries that they buy, they give tithe. കൃത്യമായ തരത്തിൽ അവരുടെ ഗ്രോസറിക്ക് പോലും അവർ ടൈറ്റ് കൊടുക്കുന്ന അനുഭവത്തിൽ നമുക്കവരെ കാണുവാനായിട്ട് സാധ്യമായിട്ട് തീരുകയാണ്. കർത്താവ് അവരോട് പറഞ്ഞില്ല. ചിലപ്പോൾ നമ്മളൊരു സംശയം പറയാറുണ്ട്, യേശു കർത്താവ് ദശാംശം കൊടുക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ കാണാം. കർത്താവ് പറഞ്ഞു, നിങ്ങളത് ചെയ്യണം. ചെയ്യണ്ട എന്ന് പറഞ്ഞില്ല. യു ഹാവ് ടു ഡു ബിക്കോസ് യു ഹാവ് ദാറ്റ്. നിങ്ങൾക്കതുണ്ട്. പക്ഷെ നിങ്ങളത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നു. എന്താണ് ചെയ്യാതിരിക്കുന്നത്? നിങ്ങൾ ന്യായം, കരുണ, വിശ്വസ്തത ഇവ ത്യജിച്ച് കളയുകയാണ്. യു ആർ നെഗ്ലക്റ്റിംഗ് ജസ്റ്റിസ്, മെർസി ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്. അത് കൊടുക്കുന്നു, പക്ഷേ ന്യായം തിരസ്കരിക്കുന്നു, ന്യായം മറിച്ചു കളയുന്നു. ഈ ഒരു പ്രതിസന്ധിയുടെ അനുഭവത്തെ നമുക്കവിടെ കൃത്യമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് നാം ചോദിക്കുക. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: യേശു കർത്താവ് കൊടുക്കുന്നവരെയാണ് വിമർശിച്ചത്, അല്ലേ? കൊടുക്കുന്ന ഫാരിസീസിനെ യേശു കർത്താവ് എന്തോ ചെയ്തു? വിമർശിച്ചു. യേശു കർത്താവ് പറഞ്ഞു, കൊടുത്താൽ മാത്രം പോരാ, കൊടുത്തോണ്ട് സ്വർഗത്തിൽ പോകത്തില്ല, അതിൻ്റെ കൂടെ എന്തോടെ വേണം? ന്യായം, അല്ലേ? കരുണ, വിശ്വസ്തത, ഇത് ആചരിക്കുകയും കൂടെ വേണം. നിങ്ങളൊരു CSI സഭയുടെ മെമ്പറാണെങ്കിൽ അവിടുത്തെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ നിങ്ങൾക്ക് അംഗത്വം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൃത്യമാണ്: മാസവരി നിശ്ചിതമായ തുക കൊടുത്തിരിക്കണം. കൊടുത്തില്ലെങ്കിൽ അവിടുത്തെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഇരിക്കാൻ അവകാശമില്ല. ജനറൽ ബോഡി മീറ്റിങ്ങിന് പുറത്താണ് എന്നാണ് ഞാൻ അച്ഛനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. മാർത്തോമാ സഭയ്ക്ക് ഒരു തീരുമാനമുണ്ടായിരുന്നു: നിശ്ചിത പിരിവുകൾ ഇല്ല, എല്ലാം വോളണ്ടറിയാ. എന്താണ്? ആളുകളുടെ ഇഷ്ടാനുസരിച്ച് കൊടുക്കുന്ന അനുഭവമാണ്. എന്താണ് ഈ സഭ അങ്ങനെ ചിന്തിച്ചതിൻ്റെ കാരണം? എന്താണ് കാരണം? എന്താ കാരണം? സഭ ലൈറ്റിയെ, ആത്മായരെ അത്രമാത്രം അഭിമാനത്തോടെയാണ് കാണുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഈ നവീകരണ ആശയത്തിൻ്റെ ഒരു വലിയ അനുഭവമാണ്. എൻ്റെ ദേവാലയത്തിലെ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും കാരണത്തിൽ സാമ്പത്തികമായ ഏതെങ്കിലും പരിമിതികളുള്ള വ്യക്തിയാണെങ്കിൽ ഈ ദേവാലയത്തിന് നിശ്ചയിച്ചിട്ടുള്ള വിഹിതം കൊടുക്കുവാൻ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി ഉണ്ടായാൽ ആ മനുഷ്യന്റെ ശബ്ദം ദേവാലയത്തിൽ കേൾക്കാതെ ഇരിക്കാൻ ഇടവരരുത്. It was a decision to consider the least. ഏറ്റവും ചെറിയവനെയും കരുതാനുള്ള ഒരു മനോഭാവമായിരുന്നു. ഞാൻ പറയുകയാണ് പ്രിയമുള്ളവരെ, കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ്. ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. You are giving something that I appreciate, but one thing you have to add, that while doing this thing, എന്ത് ചെയ്യുകയാണ്? You have to do something else, that to maintain the mercy, peace and justice, that is the thing. നമ്മോട് പറയുകയാ, നാം ഈ ജീവിക്കുന്ന ലോകത്തിൽ ദൈവത്തിന് വേണ്ടി നൽകുകയും ഒപ്പം ലോകത്തിൻ്റെ നന്മയ്ക്കായി ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്.
കർത്താവ് പറയുകയാണ് 25-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെളുപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. വീണ്ടും പറയുകയാണ്, നിങ്ങൾ വെള്ള തേച്ച ശവക്കലകളോട് ഒത്തിരിക്കുന്നു. അവരിങ്ങനെ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കാറുണ്ട്. പുറമേ നോക്കിയാൽ പാത്രമൊക്കെ വളരെ നല്ല വൃത്തിയാണ്. പക്ഷെ അകത്തെന്താണ്? അകത്ത് നല്ല അഴുക്കാണ്, അല്ലേ? പുറത്ത് നല്ല വൃത്തി, അകത്ത് നല്ല അഴുക്ക്. ഇതാണ് അത് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ ശവക്കലറുകളുണ്ട്. ആ ശവക്കലറുകൾ പാസ്ഓവറൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ നല്ല വെള്ള തേച്ചിടും. കാരണം ഈ ശവക്കലറുകൾ തൊട്ടാൽ അവർ അശുദ്ധരായിട്ട് മാറും. അതുകൊണ്ട് ശവക്കലറുകൾ ഇങ്ങനെ നോക്കിയാണ്. അപ്പോൾ പുറമേ നോക്കുമ്പോൾ നല്ല ശവക്കലറുകളായിട്ടൊക്കെ കാണാനായിട്ട് സാധിക്കുക. പക്ഷേ കർത്താവ് പറയുകയാണ്, പുറമേ എത്ര വെള്ളയാണെങ്കിലും എന്തോ ചെയ്യുന്നു? അകമേ എന്താ? അകമേ ചീഞ്ഞ് നാറുന്ന. പലപ്പോഴും നമ്മുടെ ആധ്യാത്മികത ഇങ്ങനെയാണ്. പുറമേ വെള്ള തേച്ച അനുഭവത്തിൽ മാറി നിൽക്കുക. അതുകൊണ്ട് യേശു കർത്താവ് ഈ ലോകത്തിൽ ഏറ്റവും വിമർശിച്ച പാപം എന്ന് പറയുന്നത് കാപട്യമാണ്, ഹിപ്പോക്രസിയാണ്, നമ്മുടെ കപടതയാണ്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ നമുക്ക് ആവശ്യം നമ്മുടെ ജെനുവിൻനെസ് ആണ് ആവശ്യം. ചുങ്കക്കാരന്റെയും പരീശന്റെയും ഉപമയിലൂടെ കർത്താവ് പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. എന്താ പറയുന്നത്? ഇതാ, ഒരുവൻ പറയുകയാ, ഞാൻ ഇതിന് അർഹനാണ്, യോഗ്യനാണ്. പക്ഷെ മറ്റൊരുവൻ പറയുകയാണ്, നിന്റെ അടുത്തേക്ക് വരാൻ, ഉയരത്തിലേക്ക് നോക്കാൻ എനിക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് നവീകരിക്കപ്പെട്ട സഭ എന്ന് പറയുന്നത് എന്താണ്? നവീകരിക്കപ്പെടുന്ന സഭ എന്ന് പറയുന്നത് പുറമേയുള്ള പ്രകടനങ്ങളുടെ സഭയല്ല, ആന്തരികമായി നവീകരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ആന്തരികമായി നവീകരിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നവീകരിക്കപ്പെട്ടവരാണ്. വചനം ഹൃദയത്തിൽ ചെന്നവരാണ്. വചനം രൂപാന്തരം സംഭവിച്ചവരാണ്. അവർ കർത്താവിന് വേണ്ടി നൽകുക മാത്രമല്ല, കർത്താവിന്റെ ന്യായത്തിന് വേണ്ടി ഈ ലോകത്തിൽ നിലപാടുകളെ എടുക്കുവാൻ കൂടെ കഴിയുന്നവര് ആണ്. അതുകൊണ്ട് ഈ ഭാഗം നമ്മോട് പറയുകയാണ്, റിഫർമേഷന്റെ ഒരു സമൂഹമായിട്ട് മാറും. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, സമയമില്ലാത്തത് കൊണ്ട് നിർത്തുക. പണ്ടത്തെ നമ്മുടെ അപ്പച്ചന്മാർ അമ്മച്ചിമാർ ഈ വചനം പഠിക്കാൻ എത്രമാത്രം താല്പര്യത്തോടെ സമയം കൊടുത്തിരുന്നവരാ. എവിടെ നമ്മുടെ വചന പഠനം? താല്പര്യങ്ങൾ ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കുക. കർത്താവ് നമ്മോട് പറയുക, ഈ പുറം മൂടിയൊന്നും കർത്താവിന് ആവശ്യമില്ല. പുറമേ കാണുന്ന ശോഭയൊന്നും ആവശ്യമില്ല. പുറമേ കാണുന്ന ജാടയൊന്നും വേണ്ട. ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവിനോട് ഹൃദയം തുറന്ന് പറയാനായിട്ട് സാധിക്കുമോ? ചോദ്യം ചോദിക്കാം നമ്മോട് തന്നെ. കർത്താവേ, ഞാൻ നിന്നിൽ നിന്ന് എത്രമാത്രം അന്യനാ, ഞാൻ നിന്നിൽ നിന്ന് എത്രമാത്രം ദൂരെയാ. എന്റെ ചിന്തകൾ, എന്റെ നിരൂപണങ്ങൾ, എന്റെ പ്രവർത്തനങ്ങൾ കർത്താവേ ഒരാത്മീയ ജീവിതത്തിന്റെ അനുഭവത്തിന് പലപ്പോഴും തടസ്സമായി നിൽക്കുന്നുണ്ടല്ലോ. ദൈവസന്നിധി നമുക്ക് ചോദിക്കാം, കർത്താവിന്റെ അടുക്കിലേക്ക് അടുത്തു വരാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആർക്കെങ്കിലും നിമ്യാൻറ്റി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്.